എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രജിത്ത് എന്നാണ്. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. രമേശ് ചേട്ടാ നമ്മളൊക്കെ അയൽവക്കക്കാരാണ്. അതെ. അപ്പോൾ എൻ്റെ 1-2 സുഹൃത്തുക്കളെ കുറിച്ചും എൻ്റെ നാട്ടിലുള്ള ഒരു ചേട്ടനെ കുറിച്ചുമാണ് ഞാൻ ഇവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ ഈ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഈ ചേട്ടൻ്റെ പേരാണ് സോമൻ. അപ്പോൾ ഈ ചേട്ടൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേട്ടൻ മീശയാണ്. ഇപ്പോൾ ഇന്നസെന്റ് ചേട്ടാ ഇവിടെ മഴവിൽക്കാവടി ഈ സിനിമയിൽ പറവൂർ ഭരതൻ ചേട്ടൻ്റെ മീശയില്ലേ, ഏകദേശം ഇങ്ങനെ 2 സ്ഥലത്ത് അതേപോലത്തെ മീശയാണ് ഈ ചേട്ടൻ്റെ. ഏകദേശം രൂപവും അതേപോലെയൊക്കെ തന്നെയാണ്. ഈ ചേട്ടൻ്റെ മെയിൻ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റുള്ളവരെ കളിയാക്കുക എന്നുള്ളത് പുള്ളിയുടെ ഭയങ്കര ഒരു ഹോബിയാണ്. ആരെങ്കിലും കളിയാക്കാൻ കിട്ടിയില്ലെങ്കിൽ പുള്ളിക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റില്ല. ഒരാളെ കിട്ടിയില്ലെങ്കിൽ പുള്ളി എന്താ ചെയ്യണമെന്ന് അറിയാം. പുള്ളി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പുള്ളിനെ തന്നെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തി കാണിക്കും. അതാണ് പുള്ളിയുടെ ഒരു സ്വഭാവം. അപ്പൊ ഇനി എൻ്റെ ഒരു സുഹൃത്തിനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഈ സുഹൃത്തിന്റെ പേരാണ് രതീഷ്. പിന്നെ അത്യാവശ്യം ഭയങ്കര ഫ്രീക്കനാണ്. എന്ന് വെച്ചാൽ മുടിയിൽ ഇങ്ങനെ പച്ചയും മഞ്ഞയും കളറൊക്കെ അടിച്ച്, കയ്യിൽ കുറെ ചരട്, കാലിൽ കുറെ ചരട്, കടിച്ച് കീറിയ പോലത്തെ ജീൻസ്, ഇതൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു ഫ്രീക്ക് മച്ചാനാണ് ഈ രതീഷ് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ സ്റ്റൈല് കൂടിയിട്ടാന്ന് തോന്നുന്നു. ഇവൻ ഇങ്ങനെ ഈ കഴുത്തുകൊണ്ടുള്ള ഈ ഞെട്ടൊടിക്കലുണ്ട്. ചില സ്റ്റൈല് ഫ്രീക്കന്മാർ ഒക്കടാ അങ്ങനെ കാണിച്ചിട്ടിരിക്കും. പിന്നെ ജീൻസിന്റെ ഉള്ളിൽ ഈ ഉറുമ്പ് കടിച്ച പോലെ ഇവൻ നിന്ന നിപ്പിലൊന്നും നിൽക്കൂല. അതിപ്പാ അങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടിരിക്കുന്ന ഒരു ഫ്രീക്ക് മച്ചാനാ. എത്ര ഫ്രീക്കാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രമേശ് ചേട്ടാ. ഫോർട്ട് കൊച്ചി ബീച്ച് ഇതുവരെ അവൻ നേരിട്ട് കണ്ടിട്ട്. അപ്പൊ അതാണ് ഈ രതീഷ്. അപ്പൊ ഞാൻ ഈ രതീഷും കൂടി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അവന്റെ വീടിന്റെ വാതിക്കലും അതിന്റെ സൈഡിൽ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുമ്പോ വരുന്നു നമ്മുടെ സോമൻ ചേട്ടൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ഞാൻ രതീഷിനോട് പറഞ്ഞു, രതീഷെ പണി പാളിന്നാ തോന്നണേ കേട്ടോ. സോമൻ ചേട്ടൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മളെ കളിയാക്കാൻ വേണ്ടി തന്നെ വരുന്ന വരവാന്ന് പറഞ്ഞു. ഒന്നില്ലെങ്കിൽ നിന്നെ അല്ലെങ്കിൽ എന്നെ പുള്ളി കളിയാക്കിയിട്ട് ഇന്ന് പോകുള്ളൂ പറഞ്ഞു. ഇവൻ പറഞ്ഞു മൈൻഡ് ചെയ്യണ്ട, നമുക്കിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാം, പുള്ളി വന്ന വഴിക്ക് അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഈ സോമൻ ചേട്ടൻ ഇവിടെ വന്നു. ഞങ്ങൾ പതിയെ ഒന്നിങ്ങനെ തിരിഞ്ഞു. പുള്ളി കറങ്ങി ഇവിടെ തന്നെ വന്നു. പിന്നെ അപ്പൊ ഇവൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, പുള്ളിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഈ സോമൻ ചേട്ടൻ ഇവനെ തന്നെ ഫോക്കസ് ചെയ്തേക്ക്. സോമൻ ചേട്ടൻ ഇവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്റെ തോളത്തിട്ട് ഇങ്ങനെ തട്ടം കാട്ടിട്ട്, എടാ ഞാൻ വെച്ചെന്താ ഇവന്റെ ഈ തല കൊണ്ടുള്ള ഈ കോപ്രായം എന്താണ് കാരണം, ഇവനിങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. എന്നെ അല്ല പുള്ളി നോട്ട് വിട്ടേക്കണത് ഇവനെയാണ്. പുള്ളിക്കാരന്റെ അമ്പ് നേരെ ഇവന്റെ നെഞ്ചത്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പതിയെ ഒന്ന് സോമൻ ചേട്ടൻ്റെ അടുത്തോട്ടൊന്ന് ചാഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ഏട്ടാ കാര്യം, ഇവന്റെ ഈ കഴുത്തിന്റെ ഇത് വരാനുള്ള കാരണം എന്താ? വേറൊന്നും കൊണ്ടല്ലടാ, പിന്നെ എനിക്ക് പണ്ട് പോലെ അറിയാല്ല. എന്റെ വീട്ടിലൊരു കറുത്ത പൂച്ച ഉണ്ടായിരുന്നു. ഈ പൂച്ച ഒരു ദിവസം ചോറ് തിന്നിട്ടിരിക്കുമ്പോ ഇവൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഈ പൂച്ചയുടെ പാത്രത്തിൽ നിന്ന് ചോറ് കൈയിട്ട് വരി അങ്ങ് തിന്ന്. അപ്പൊ ഈ പൂച്ചക്ക് ദേഷ്യം സഹിക്കാനാ വേണ്ടി ഇവൻ ഇങ്ങനെ തന്നെ നോക്കി നിന്നിട്ടേ ഇവന്റെ കഴുത്തിന് ഒരു കടി അങ്ങ് വെച്ചു കൊടുത്തു. പൂച്ച അങ്ങ് ഓടിപ്പോയി. അന്ന് തുടങ്ങിയതാണ് ഇവന്റെ ഈ കാട്ടായൊന്നും പറഞ്ഞിട്ടില്ലേ. ഈ പുള്ളി തന്നെ ഇന്ന് അങ്ങോട്ട് ചിരിക്കുക, ഞങ്ങള് ചിരിക്കണമൊന്നുമില്ല. ഈ പുള്ളി അങ്ങനെ തന്നെ ചിരിച്ച് ഈ പുള്ളിയുടെ മീശയൊക്കെ ഈ ചില്ലിത്തെങ്ങനെ കാറ്റടിച്ച പോലെ ഇങ്ങനെ ചെതറി ഇങ്ങനെ നിൽക്കുക. അപ്പോ ഈ രതീഷ് ഈ ചേട്ടൻ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പറഞ്ഞു കഴിഞ്ഞോ? പുള്ളി പറഞ്ഞു കഴിഞ്ഞു. എന്താ? അപ്പോ രതീഷ് പറഞ്ഞു ചേട്ടൻ പറഞ്ഞ ശരിയാ, ഞാൻ സമ്മതിക്കുന്നു. എന്റെ വീട്ടിലെ പൂച്ച എന്റെ കഴുത്തിനിട്ടല്ലേ കടിച്ചത്. പക്ഷെ ചേട്ടന്റെ ഈ മീശ കണ്ട എന്റെ പൂച്ചനെ ചേട്ടൻ കടിച്ചു പിടിച്ചേക്കണ പോലെ ഉണ്ടല്ലോ. ഇത് കേട്ടതും പുള്ളിയുടെ മൈൻഡ് കിളി അങ്ങോട്ട് പോയിട്ട് പുള്ളി ഒറ്റ പോക്ക് അങ്ങോട്ട് പോയിട്ടോ. പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോ ഞങ്ങളുടെ വീടിന്റെ ശശിചേട്ടന്റെ ചായക്കടയുടെ ഫ്രണ്ടില് പുള്ളി ഇങ്ങനെ നിൽക്കുക മീശയൊക്കെ വടിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സോമൻ ചേട്ടാ മീശയൊക്കെ വടിച്ചു ഇത്ര പെട്ടെന്ന്? അപ്പൊ പുള്ളി എന്താ ചെയ്തതെന്നറിയാമോ? ബട്ടൺസ് ഇങ്ങനെ ഊരി, ഷർട്ടിന്റെ 2 ഊരിട്ടേ എന്നാ ചൂടാടാ, ചൂട് കൊണ്ട് പഠിച്ചതാണ്. ലോകത്തില് ചൂട് കൊണ്ട് മീശ പഠിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് ഈ സോമൻ ചേട്ടൻ തന്നെ. അങ്ങനെ ഞാനും ഈ രതീഷും കൂടി ഞങ്ങളുടെ വീടിന്റെ അവിടെ രമേശ് ചേട്ടൻ നമ്മുടെ അവിടെ കായലിന്റെ ഒക്കെ സൈഡിൽ ഞങ്ങൾ പോയി ഇരിക്കാറുണ്ട്. ഈ സന്ധ്യ സമയങ്ങളിലൊക്കെ അവിടെ ചെന്നിരിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ്, അതായത് സൂര്യാസ്തമയമൊക്കെ ഇങ്ങനെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പതിവുണ്ട് ഞങ്ങൾക്ക്. ഞാൻ ഇവനും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നപ്പോ ഞാൻ പറഞ്ഞു എടാ സന്ധ്യ സമയമില്ല, നമുക്ക് പോയാലോ, ഇത്ര നേരമില്ലേ? അപ്പൊ ഈ രതീഷ് എന്താ ഈ സൂര്യനെ തന്നെ ഇങ്ങനെ അങ്ങനെ നോക്കിക്കോ. ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ നോക്കിക്കണേ, പോണ്ടേ? അപ്പൊ ഇവൻ പറയാ എടാ എനിക്കൊരു സംശയമുണ്ട് മച്ചാനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് സംശയം എന്ന് ചോദിച്ചു. വേറൊന്നും കൊണ്ടല്ലടാ, ഈ പുഴയിലോട്ട് ഇപ്പൊ ഈ ഇറങ്ങിപ്പോണ ഈ സൂര്യനില്ലേ, ഈ സൂര്യൻ തന്നെ ആയിരിക്കും നമ്മുടെ കന്യാകുമാരിയിൽ കടലിലോട്ട് ഇറങ്ങിപ്പോണേ. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാ, നിന്റെ സംശയം വളരെ കറക്റ്റാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ഇവൻ പറയുകയും ചെയ്തിട്ടോ, അല്ല രണ്ടും രണ്ടാണോ അല്ലെങ്കിൽ ഒന്നാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാടാ, നിന്റെ സംശയം വളരെ കറക്റ്റാ. ഇതിപ്പോ നമ്മള് എറണാകുളത്തല്ലേ ഇരിക്കണത്, ഇതിപ്പോ എറണാകുളത്തുള്ള സൂര്യൻ, മറ്റേത് കന്യാകുമാരിയുള്ള സൂര്യൻ, അപ്പൊ 2 ഇല്ലേ? അങ്ങനെ ഓരോ ജില്ലകൾക്കും ഓരോരോ സൂര്യൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇനി ഇത് മാത്രമല്ല, രാത്രിയിൽ വേറൊന്നും കൂടി വരും, വെളുത്തിട്ട് വട്ടത്തിൽ വരണമെന്ന് പറഞ്ഞപ്പോ ഇവൻ പറയാ അത് ചന്ദ്രനല്ലേടാ, നീ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? ഇതും പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ദേവന്നട വേറൊരുത്തൻ വൈശാഖിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, വൈശാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു കുട്ടിക്കളിയാട്ടോ. സ്വഭാവം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവമാണ്. പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനത്തെ ഒരു സ്വഭാവം. പിന്നെ ഭയങ്കര നുണയേ പറയുള്ളൂ, എടുത്തു കഴിഞ്ഞാൽ നുണയേ പറയുള്ളൂ. നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നുണയൊക്കെയാണ് പുള്ളി പറയുള്ളൂ. വൈശാഖ് വരുന്നുണ്ട്. ഞാൻ രതീഷിനോട് പറഞ്ഞു
രതീഷേ ഇപ്പൊ അവനെ കൊണ്ട് എന്തെങ്കിലും നോണ പറയിപ്പിക്കാണ്, നീ കേട്ടോന്ന് പറഞ്ഞു. അപ്പൊ ഈ വൈശാഖിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഓടിട്ട വീട്, അതിന്റെ സൈഡിൽ ഒരു തോട് ഒക്കെ ഉണ്ട്. ഇവൻ അവിടെ നിന്ന് ചൂണ്ടയിടുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പൊ ഇവൻ വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, വൈശാഖേ ഇന്നലെ നീ അവിടെ ചൂണ്ടയിടണ്ടായില്ലടാ, മീൻ വല്ലതും കിട്ടിയായിരുന്നു, ഇന്നലെ കുറെ അവിടെ നിന്ന് വേർക്കണ്ടായല്ലാന്ന് ചോദിച്ചപ്പോ ഇവൻ പറയാം, മീൻ വല്ലതും കിട്ടിയാന്നോ എന്നോട്. ഇടാ വെറും 5 മിനിറ്റ് കൊണ്ട് 25 കരിമീനെ ഞാൻ പിടിച്ച് കരയിലോട്ട് ഇട്ടെന്ന് പറഞ്ഞു. ഞാൻ ചൂണ്ടയിൽ കൊളുത്തി ഇടുന്നു, പിടിക്കുന്നു, കരയിലിടുന്നു, ഇടുന്നു, പിടിക്കുന്നു, കരയിലിടുന്നു. ഞാൻ അങ്ങനെ പിടിച്ച് ക്ഷീണിച്ചിട്ട് ഞാൻ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഗ്ലാസ് അങ്ങോട്ട് വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ മീൻ മുഴുവൻ കാണാനില്ല, മീൻ്റെ മുള്ളു മാത്രം അവിടെ കിടക്കും. ഞാൻ ചോദിച്ചു, മീനപ്പ എവിടെ പോയി? മീൻ മുഴുവൻ ഞങ്ങളുടെ വീട്ടിലെ പശു നിന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ പശുവൊക്കെ ഈ വെജിറ്റേറിയൻ അല്ലേടാ, ഈ വെജിറ്റേറിയൻ അല്ലേ. അപ്പൊ ഇവൻ പറയാ, ഞങ്ങളുടെ വീട്ടിലെ പശുവൊക്കെ ഇറച്ചി മീൻ തിന്നു, നിനക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞിട്ട് സത്തിനെ പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ശരി സമ്മതിച്ചു, ഓക്കെ. നീ അടുത്ത ആഴ്ച പെണ്ണ് കാണാൻ പോകുന്നത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു, എവിടെയാണ് പെണ്ണിന്റെ വീട്? ഇപ്പൊ ഇവനിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയുള്ള. ഞാൻ ചോദിച്ചപ്പോ ഞാൻ ഒന്നുകൂടി ചോദിച്ചു, എടാ അടുത്ത ആഴ്ച നീ പെണ്ണ് കാണാൻ പോണേയുള്ള, നിന്റെ പെണ്ണിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചാൽ പറഞ്ഞേ, എനിക്ക് നിന്നോട് പറയാനൊരു മനസ്സില്ലടാ, വയറ്റില്ല. എന്താ നോക്കണേ, എന്താ പറയാൻ മനസ്സിലൊന്നും വയറ്റില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പറയണ്ട, നീ പെണ്ണിന്റെ പേരൊന്നും പറയാൻ പാടില്ലടാ. ഞാൻ ഇത്ര കൂട്ടുകാരനല്ലേ, നീ പെണ്ണിന്റെ പേരൊന്നും പറയാൻ പാടില്ലേ, എന്നെ കൊന്നാലും ഞാൻ പറയൂലടാ മിനി. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി നീ പറയണ്ട, നിനക്ക് എത്ര സ്ത്രീധനം കിട്ടുമെന്നെങ്കിലും ഒന്ന് പറയാം. 10 പവനും 10,000 രൂപയും തരാമെന്ന് അവർ എന്നോട് പറഞ്ഞേക്കണേ. പക്ഷെ അത് ഞാൻ നിന്നോട് പറയില്ല, എന്റെ അച്ഛനോടും അമ്മേനോടും മാത്രമേ പറയുള്ളൂ. ഓക്കെ, താങ്ക് യു.